നമസ്കാരം. ഇവിടെ 4 വാർത്തകളെക്കുറിച്ച് നമുക്ക് പറയാം. ആദ്യമായിട്ട് ഇന്നലെ പത്രത്തിൽ കണ്ടൊരു വാർത്ത, അതായത് ഒരു വിവാഹമോചന കേസ് നടക്കുകയാണ്. അപ്പോൾ അതിൽ ഈ അച്ഛൻ 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അമ്മ പരാതി കൊടുക്കുകയാണ്. പോക്സോ പ്രകാരം അച്ഛനെതിരെ കേസെടുക്കുന്നു. തുടർന്ന് ആ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ കുറ്റവിമുക്തനാക്കുന്നു. അതാണ് ഇന്നലെ പത്രത്തിൽ വായിച്ച ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ 2 ആഴ്ച മുമ്പ് നടന്ന ദീപക് എന്ന് പറഞ്ഞൊരു വ്യക്തി ആത്മഹത്യ ചെയ്യാനിടയാക്കിയ സാഹചര്യമാണ്. ഷിംജിത എന്ന് പറഞ്ഞൊരു സ്ത്രീ ബസ്സിൽ വെച്ച് ഇയാൾ തന്നെ ഉപദ്രവിച്ചു എന്ന് ഒരു പരാതി നൽകുകയും പിന്നീട് ഇതുവരെയുള്ള തെളിവുകളനുസരിച്ച് അത് വ്യാജമാണ് എന്ന് മനസ്സിലാവുകയും ആ ഒരു സൈബർ അറ്റാക്കിങ്ങിലെ ദുഃഖം മൂലം നിഷ്കളങ്കനായ ഇയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്. ഒരു വിദ്യാർത്ഥി എക്സാമിന് കോപ്പി അടിക്കുമ്പോൾ ഈ അധ്യാപകൻ, അഡീഷണൽ ചീഫ് എക്സാമിനറായ അധ്യാപകൻ അവരെ പിടികൂടുന്നു. അതിനുശേഷം പിന്നീട് ആ വൈരാഗ്യം കൊണ്ട് ഇയാൾ പീഡന പരാതി കൊടുക്കുന്നു. ഈ കുട്ടി 11-9 വർഷങ്ങൾക്ക് ശേഷം ഈ അധ്യാപകനെ കുറ്റവിമുക്തനാക്കുന്നു. ഇവിടെയും ദുരുപയോഗം ചെയ്താണ്, ഒരു വകുപ്പിനെ ദുരുപയോഗം ചെയ്താണ് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനായിട്ട്. പിന്നെ നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന UGC നിയമങ്ങളിലെ ചില മാറ്റങ്ങളാണ്. അതായത് ജാതി വിവേചനത്തെ ചെറുക്കാനായിട്ട് സോക്കോൾഡിനടുത്ത് പറയുന്നു, ലോവർ കാസ്റ്റിലുള്ള ഒരാൾ ഇപ്പോൾ തന്നെ മറ്റൊരാൾ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു, ഒരു അപ്പർ കാസ്റ്റിലെ ഒരാളെന്ന് വെച്ചാൽ പരാതി നൽകിയാൽ ആ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ ഈ വ്യാജ പരാതി നൽകിയ ആൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാവില്ല എന്ന രീതിയിൽ പുതിയ നിയമത്തിലൊരു വകുപ്പ് കൊണ്ടുവരികയും തുടർന്ന് അതിനെതിരെ വ്യാപകമായിട്ട് പ്രതിഷേധമുണ്ടാവുകയും ഒടുവിൽ കോടതി ഇടപെട്ട് തൽക്കാലം അത് വരയിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് ഫൈനൽ ഡിസിഷൻ എന്നത് അറിയില്ല. അപ്പോൾ ഇതിൽ പ്രകടമായിട്ട് 3 കേസുകൾ തമ്മിലും പിന്നെ 4ാമത്തെ കേസ് തമ്മിലും മൊത്തത്തിൽ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെ 3ഇടത്തും പ്രാഥമികമായിട്ട് പറയുന്ന വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് കുട്ടികൾക്കെതിരായ അതിക്രമണം പോക്സോ കേസ് പ്രകാരം ഡീൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതൊരു നല്ല പ്രധാനപ്പെട്ട ഉദ്ദേശത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നല്ല നിയമം തന്നെയാണ്. അതുപോലെ ബസ്സുകൾ ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ചില ശല്യപ്പെടുത്തലുകളും ആക്രമണങ്ങളും ഒരു യഥാർത്ഥ ഇഷ്യൂ തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു യഥാർത്ഥ പ്രശ്നം തന്നെയാണത്, അല്ലേ? അപ്പോൾ അത് പിന്നെ നമ്മുടെ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് നേരെ ആരാണെങ്കിലും ഉള്ളൊരു തെറ്റായ പെരുമാറ്റം അത് സമൂഹത്തിൽ നടക്കാത്തൊരു കാര്യമൊന്നുമല്ല. അതും അങ്ങനെ ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ ഒരു വിദ്യാർത്ഥിനിക്ക് കഴിയണം. അതും പ്രാഥമികമായിട്ട് ആ നിയമത്തിൻ്റെ ഉദ്ദേശം നല്ലത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പണ്ടത്തെക്കാളൊക്കെ ഒരുപാട് കുറവുണ്ടെങ്കിലും ഇപ്പോഴും ജാതീയമായ വേർതിരിവുകൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഒരു ഇൻഡിവിജ്വൽ കേസിൽ അത് ഉണ്ടോ എന്ന് നമുക്ക് തെളിയിക്കേണ്ടി വരും. പക്ഷേ ഇൻ ജനറൽ നോക്കുമ്പോൾ അത് പലയിടത്തും അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ചെറുക്കേണ്ടതുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇവിടെ 4 കേസുകളിലും നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള നിയമങ്ങളാണ്. പക്ഷേ അവ തെറ്റായ രീതിയിൽ വ്യക്തിപരമായ ലാഭത്തിനും പല കാര്യങ്ങൾക്കും വേണ്ടത്ര ശ്രദ്ധയില്ലാതെയും ഒക്കെ റീൽസിന് വേണ്ടിയും ലൈക്കിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഒക്കെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതൊരു നല്ല നിയമത്തെയും ദുരുപയോഗം ചെയ്യാം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഞാൻ സ്പെസിഫിക്കലി പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, എസ്പെഷ്യലി ഇന്നലത്തെ കേസിൽ ഈ ഒരു അച്ഛനെതിരായ പരാതി വ്യാജമാണെന്ന് കണ്ടാൽ ആ കേസ് അവിടെ അവസാനിക്കുമോ? പാടില്ല. വ്യാജ പരാതി നൽകിയ അമ്മയ്ക്കെതിരെ നടപടി ഉണ്ടാകണം. നമ്മുടെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ നടപടി എടുക്കാനുള്ള വകുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കേസിൽ അച്ഛൻ്റെ ഭാഗത്തുനിന്നൊരു പരാതി ഇല്ലെങ്കിൽ ആ നടപടി ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് നടപടി ഉണ്ടാവില്ലേ ഒരു വ്യാജ കേസ് കൊടുത്താൽ? അങ്ങനെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടോ? അത് ശരിയായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഷിംജിതയുടെ കേസിൽ ദീപകിൻ്റെ ആത്മഹത്യ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ആ കേസ് കുറേയൊക്കെ നീങ്ങുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ അത് ചെറിയൊരു പത്രവാർത്തയിലോ എങ്ങനെയും ഒതുങ്ങുമായിരുന്നില്ലേ? അപ്പോൾ അവിടെയും വ്യാജമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ നടപടി ഉണ്ടാകുമായിരുന്നോ? പിന്നെ ഈ അധ്യാപകനെ വെറുതെ വിട്ട കേസിൽ വിദ്യാർത്ഥിനിക്കെതിരെ നടപടി ഉണ്ടായോ? പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും കണ്ടില്ല. ഉണ്ടാവാഞ്ഞിട്ടാണോ, നമ്മുടെ മീഡിയ വിട്ട് കളഞ്ഞാണോ, ഞാൻ വിട്ടുപോയതാണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാവേണ്ടതാണ്. അതുപോലെ ഏതൊരു ഇപ്പോൾ UGC ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും തെറ്റായിട്ടൊരു പരാതി നൽകിയാൽ ആ പരാതി വ്യാജമാണെന്ന് കണ്ടാൽ തീർച്ചയായും അതിന് നടപടി വേണം. അതായത് നമ്മുടെ ഏതൊരു നിയമവ്യവസ്ഥയിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുക, അവരെ രക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. പക്ഷേ നീതി നിർവഹിക്കപ്പെടണമെങ്കിൽ അതുമാത്രം പോരാ. നിരപരാധികൾ രക്ഷിക്കപ്പെടണം എന്നതിനോടൊപ്പം തന്നെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും വേണം. ഏതൊരു നിയമവും ദുരുപയോഗം ചെയ്താൽ വ്യക്തവും ശക്തവുമായ ശിക്ഷ അതിൽ വേണ്ടതാണ്. പ്രത്യേകിച്ച് പോക്സോ പോലെ അതീവ പ്രാധാന്യമുള്ള നിയമങ്ങൾ. അതല്ലെങ്കിൽ എല്ലാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കൊണ്ട് ഇതിനെ ഉപയോഗിക്കുന്നവരുടെ പോലും വാലിഡിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഷിംജിത കേസിന് ശേഷം ഇതുപോലെ ബസ്സിൽ വെച്ച് ശരിക്കും ഒരു സ്ത്രീ പരാതിപ്പെട്ടു നോക്കി. അപ്പോൾ അവിശ്വാസതയുടെ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും അത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന കുറേ പേർക്ക് കൂടി ഇതിൻ്റെ ദോഷമുണ്ടാകുന്നു. നിഷ്കളങ്കരായ തെറ്റ് ചെയ്യാത്ത ദീപകിനെ പോലുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് പോലെ തന്നെ ഭാവിയിൽ യഥാർത്ഥത്തിൽ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ആളുകൾക്കും ഈ വ്യാജ പരാതികൾ മൂലം പ്രശ്നമുണ്ടാകും. അപ്പോൾ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ഏത് നിയമത്തെയും, പ്രത്യേകിച്ച് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള നിയമങ്ങളെ
ഉപയോഗിച്ചാൽ അത് മറ്റേയാൾക്ക് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ട് തന്നെ ആ വ്യാജമായിട്ട് ആ കേസ് കൊടുത്തവർക്കെതിരെ വ്യക്തമായ നടപടി വേണം. ഇയാളെ കുറ്റവിമുക്തനാക്കുന്നതുകൊണ്ട് മാത്രം ഇത് തീരാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഏതൊരു കോണ്ടെക്സ്റ്റിലും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിന് നമ്മുടെ നിയമത്തിൽ വ്യവസ്ഥകൾ ഉണ്ടാവേണ്ടതാണ്. അത് ശക്തമായിട്ട് എൻഫോഴ്സ് ചെയ്യപ്പെടേണ്ടതാണ്. വ്യാജ പരാതികൾ ഒരിക്കലും വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രവണത അത് ഉണ്ടായിക്കൂടാ. അതിനെ ശക്തമായി നിയമപരമായിട്ട് തന്നെ അടിച്ചമർത്തേണ്ടതാണ് എന്നുള്ളതാണ് സ്പെസിഫിക്കലി ഞാൻ ഈ 4 ഉദാഹരണങ്ങളിലൂടെ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. താങ്ക് യു.